ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ കഞ്ചാവ് വിൽപ്പന വ്യാപകമാണെന്ന രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വെള്ളിയാഴ്ച രാവിലെ 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ എക്സൈസ് സംഘം കഞ്ചാവുമായി പിടികൂടിയത്. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ പ്രസൻജി ദാസ്, അബ്ദുൽ അലി ഖാസി എന്നിവരെയാണ് തിരൂർ എക്സൈസ് അറസ്റ്റ് ചെയ്തത്. 1.5 കിലോയിലധികം കഞ്ചാവും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. തിരൂർ മേഖലയിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതിനാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് പ്രതികളുടെ മൊഴി. മലയാളിയാണ് ഇവർക്ക് കഞ്ചാവ് എത്തിച്ചതെന്നും മൊഴി നൽകിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവറിൽ പ്രത്യേകം പാക്ക് ചെയ്ത് സഞ്ചിയിലാക്കിയാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. ഇതര സംസ്ഥാനക്കാർക്കിടയിൽ വിൽപ്പന നടത്തുന്നതിന് വൻതോതിൽ കഞ്ചാവ് എത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് അധികൃതർ ഇരുവരെയും പിന്തുടരുകയും പയ്യനങ്ങാടിയിൽ വെച്ച് പിടികൂടുകയുമായിരുന്നു. വൻതോതിൽ കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിൽ നിന്നാണ് പിടിയിലായവർ കഞ്ചാവ് വാങ്ങിയതെന്നാണ് സൂചന. ഇവരെക്കുറിച്ചുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏജന്റുമാർക്കായി അന്വേഷണം ആരംഭിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ കാർത്തികേയന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത്. ദ്വിഭാഷിയായ എക്സൈസ് ഉദ്യോഗസ്ഥൻ പ്രതികളിൽ നിന്ന് മൊഴിയെടുക്കാൻ സഹായിച്ചു. ഈ ചാനൽ ന്യൂസ്, തിരൂർ. അമ്മേടെ യൂണിവേഴ്സിറ്റിന്ന് അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ വേഗം ശരിയാക്കേണ്ടി വരില്ലേ കണ്ണാ? വേണം. കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞു. KSFE, ഈ നാടിന്റെ ധൈര്യം.